ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ന്യൂ മോഡൽ ടൊയോട്ട ഫോർച്യൂണർ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലോട്ട് വരാൻ ഒരു കാരണമുണ്ട്. ഇപ്പം നമ്മൾ പഴയ ഫോർച്യൂണർക്കാണെങ്കിൽ ഒരു 4 വീൽ ഡ്രൈവ് ഒക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ ഗിയറിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ ചെറിയൊരു ഗിയറും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഈ H2, H4, L4 ഇങ്ങനെയുള്ള ഗിയറിൻ്റെ മോഡലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ വരുന്ന വാഹനങ്ങളിൽ അങ്ങനല്ല. ഈ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് ഒരു H2, H4, L4 എന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു നോബ് കാണാൻ പറ്റും. ഈ നോബ് തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രൈവിംഗ് മോഡുകൾ സെലക്ട് ചെയ്യുന്നത്, ഈ 4 വീലിലൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇപ്പോൾ പഴയ വണ്ടിയിലേക്കാൾ വളരെ സിമ്പിളാണ് ഈ പുതിയ വണ്ടിയിൽ ഈ ഡ്രൈവിംഗ് മോഡുകളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് ഈ H2, H4, L4 എന്നുള്ളത് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ H2 എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡ് 2 വീൽ ഡ്രൈവ് എന്നും, H4 എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡ് 4 വീൽ ഡ്രൈവ് എന്നും, അതുപോലെ L4 എന്ന് പറയുമ്പോൾ ലോ സ്പീഡ് 4 വീൽ ഡ്രൈവ് എന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ 4 വീൽ ഡ്രൈവ് ഒന്നും അല്ലാത്തൊരു ഫോർച്യൂണർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് H2 ആണ്. അതൊരു ഹൈ സ്പീഡ് 2 വീൽ ഡ്രൈവ് ആണ്. എഞ്ചിനുള്ള പവർ ബാക്ക് വീലിലോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എപ്പോഴും ഹൈ സ്പീഡ് 2 വീൽ ഡ്രൈവ് ആണ്. അതുപോലെ അപ്പോൾ നമ്മൾ ഈ 4 വീൽ ഡ്രൈവ് ഉള്ള ഈ വണ്ടിയും അതേ ഒരു 2 വീലിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ H2 ഇട്ടിട്ടാണ് ഓടിക്കേണ്ടത്. അപ്പോൾ ഇത് നോർമൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും H2 കിടക്കുന്നത്. എന്നാൽ നമുക്ക് കൂടുതൽ ഗ്രിപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 4 വീലിലും നമുക്ക് പവർ വേണമെന്നുണ്ടെങ്കിൽ ഇത് H4 ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലെ വീലത്തെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീലിലോട്ടും പവറിനെ സപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഗ്രിപ്പോട് കൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഈ H2 എത്ര സ്പീഡിലാണോ ഓടിക്കുന്നത് അതേപോലെ തന്നെ H4 ഓടിക്കാൻ പറ്റും. പക്ഷെ വളവുകളൊക്കെ വരുമ്പോൾ നമ്മൾ കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആക്സിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓടിക്കേണ്ടതാണ്. ഇനി അടുത്തത് തന്നെ L4 ലോ സ്പീഡ് 4 വീൽ ഡ്രൈവ്. പേര് പോലെ തന്നെ നമുക്ക് 4 വീൽ ഡ്രൈവ് കണക്ഷനോട് കൂടി വളരെ കുറഞ്ഞ വേഗതയിൽ, അതായത് 25-20 സ്പീഡിലൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിനാണ് കുറഞ്ഞ സ്പീഡിൽ ഇങ്ങനെ ഒരു മോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പക്ക ഓഫ് റോഡ് അടിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. നമ്മൾ ചളിയിലൂടെയും അതേപോലെ ഈ കല്ലുകൾക്ക് ഇടയിലൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡൽ നമുക്ക് കൂടുതൽ സ്പീഡിലൊന്നും പോകാൻ കഴിയില്ല. അത്രയും ഹാർഡായിരിക്കും ഡ്രൈവിങ്. നമുക്ക് കൺട്രോളൊക്കെ വളരെ കുറവായിരിക്കും. അവിടെ ഇതിലിടുമ്പോൾ സ്റ്റിയറിംഗിലൊക്കെ നമുക്ക് കൺട്രോൾ ശരിക്കും മനസ്സിലാവും. അതായത് ഇട്ട് ഓടിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോകാം. ഇത് എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് മോഡുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവിംഗ് മോഡ് സെലക്ട് ചെയ്യുന്നത്, അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ന്യൂട്രൽ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് H4 ഇടുകയാണ്, ഹൈ സ്പീഡ് 4 വീൽ ഡ്രൈവിലോട്ട് ഇടുകയാണ്. അപ്പോൾ വണ്ടി ഇപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്. അതിന്റെ ശേഷം നമുക്ക് ക്ലച്ചൊന്നും ചവിട്ടണമെന്നില്ല, ജസ്റ്റ് ഒരു H4 ഇടാം. H4 ഇടുമ്പോൾ അപ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കണ്ടോ നിങ്ങൾ ഒരു ഗ്രീൻ 4 ടയറിന്റെ ഒക്കെ ഒരു ചിത്രമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 4 വീലിലോട്ടും കണക്ഷൻ പോയി എന്നാണ്. അതിന്റെ ശേഷം നമുക്ക് ക്ലച്ച് ചവിട്ടിട്ട് ഗിയർ സാധാ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും എല്ലാ ഗിയറിലും ഇട്ടിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ്. അത് ഹൈ സ്പീഡ് ആയതുകൊണ്ട് ഏത് ഗിയറിൽ ഇട്ടിട്ടും നമുക്ക് എത്രയും ഓടിക്കാം, ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ L4 ആണ്. നമ്മൾ പറഞ്ഞു ലോ സ്പീഡ് 4 വീൽ ഡ്രൈവ്. അതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഗിയർ ന്യൂട്രൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുന്നുണ്ട് പുഷ് എന്ന്. അപ്പോൾ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് L4 എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അവിടെ 4 ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു യെല്ലോയിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കണക്ട് ആയിട്ടില്ല, ജസ്റ്റ് ആ മോഡിലോട്ട് ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടിട്ട് ഫസ്റ്റ് ഗിയറിൽ, ഇത് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുമ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ കണ്ടോ അത് ബ്ലിങ്കിങ് നിന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് കണക്ട് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 4 വീൽ ഡ്രൈവിൽ ലോ സ്പീഡ് 4 വീൽ ഡ്രൈവിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഇനി വേറെ സംഭവം കൂടി ഉണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ DAC എന്നുള്ളൊരു മോഡാണ്. ഇവിടെ ഒരു ബട്ടൺ കാണാം, അതിൽ നമുക്കൊരു ഫോട്ടോ ഒക്കെ കാണാൻ പറ്റും, ഒരു കാറ് ഇറക്കമൊക്കെ ഇറങ്ങി പോകുന്നത്. അതുതന്നെയാണ് സംഭവം. ഒരു കാറ് ഇറക്കത്തിൽ നല്ല കുത്തനെയുള്ള ഇറക്കത്തിലൊക്കെ ഒരു എഞ്ചിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ബട്ടൺ ഉപയോഗിക്കുന്നത്. ഈ ഒരു ബട്ടണിലോട്ട് ഇടുമ്പോൾ നമുക്കൊരു 1 to 5 സ്പീഡ് വരെയൊക്കെയാണ് കിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് ഇറക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ മോഡലും നോർമൽ ഡ്രൈവിൽ കിട്ടൂല. ഈ H4 L4 മാത്രമാണ് നമുക്ക് ഈ ഒരു മോഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇപ്പൊ ഞാൻ ആ DAC എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന സമയത്തുണ്ടോ അവിടെ ആ കാറിന്റെ അവിടെ കാണുന്ന അതേ ഒരു ചിത്രം ഇവിടെയും കാണുന്നുണ്ട്, പക്ഷെ അത് ബ്ലിങ്ക് ചെയ്യാണ്. ഇനി ഞാൻ ക്ലച്ചൊക്കെ ചവിട്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ട് നോക്കി, പക്ഷെ ബ്ലിങ്കിങ്ങിനൊന്നും ഒരു മാറ്റില്ല. ഇത് നോർമൽ ഡ്രൈവ് മോഡാണ്. ഇപ്പൊ H2 കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആ ഒരു ഡ്രൈവിംഗ് മോഡിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ അത് മാറ്റിയിട്ട് ഒരു H4 ഇടാണ്. H4 വണ്ടി ഇപ്പൊ ന്യൂട്രലാണുള്ളത്. ഇപ്പൊ വേണ്ട അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഞാനൊരു ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, ആ ഒരു മോഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്.
ഇത് നമുക്ക് കുത്തനെയുള്ള ഇറക്കത്തിലൊക്കെ ഒരു എഞ്ചിൻ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അല്ലാതെ നല്ല സ്പീഡിൽ പോകുന്ന സമയത്തൊന്നും ഇത് ആക്റ്റീവ് ആക്കാൻ പറ്റില്ല. ഇത്തരം ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ന്യൂ മോഡൽ ഫോർച്യൂണർ 4-വീൽ ഡ്രൈവ് സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ ഫോർച്യൂണർ എന്ന ഇതേ ഒരു വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.